മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആ തുണിക്കടയിലേക്ക് ജോലിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് ദുർഗ മോളെ എന്ന് വിളിക്കുകയാണ് കേട്ടോ. മോളെ എന്ന് വിളിക്കുമ്പോൾ മഞ്ജു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ആരെയാണ് മോളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്നെ തന്നെ മോളെ ഞാൻ വിളിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. മഞ്ജുവിനാകെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. മാർക്കോ ഒപ്പിച്ച പണിയാണ് അതെന്ന് മഞ്ജുവിന് നന്നായിട്ട് അറിയണം കേട്ടോ. ഈ ഗർഭപരിപാടിയൊക്കെ മാർക്കോ ആണ് എല്ലാവരോടും പറഞ്ഞു വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് മഞ്ജുവിനറിയും. അതേസമയം ദുർഗമ്മ വന്നിട്ട് പറയും, മോളെ നീ എന്തായാലും വീട്ടിലേക്ക് വരണം, നിന്നെ ഞാൻ വിളിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെ കഴിഞ്ഞിരുന്നതാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വന്ന് കയറുന്നത് വരെ നമ്മളെങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് നീ ഓർക്കുന്നുണ്ടോ മോളെ? നീ എന്തായാലും വരണം. ഏതായാലും എനിക്ക് എൻ്റെ പേരക്കുട്ടിയെയും നോക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നിന്നെ നോക്കേണ്ടത് ഞാനാണ്. എൻ്റെ കടമ ഞാൻ ചെയ്യണം. അതുകൊണ്ട് നീ കമലേശ്വരത്തേക്ക് വരണം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഞാൻ മാത്രം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ അന്ന് വന്നിട്ട് സാഗരേട്ടൻ്റെ കരണത്തടിച്ചു പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. നിന്നെ മാത്രമല്ല മോളെ, സാഗരയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് നിൻ്റെ കുഞ്ഞിനെ നോക്കണം എന്നിങ്ങനെ മനസ്സ് കരുതുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ചോദിക്കുന്നുണ്ട്, അവിടെയാണ് പറഞ്ഞാൽ കൊച്ചേടത്തേക്ക് ഇനി പ്രശ്നമാകുമോ എന്നിങ്ങനെ ചോദിക്കും. കരുണയുടെ കാര്യം പോട്ടെ, അവൾ പോയിട്ടാണല്ലോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നത് എന്ന് ദുർഗാമ്മ അറിയാതെ പറയണം കേട്ടോ. അത് കേൾക്കുമേ എന്താ പറ്റിയത് ചോദിക്കുക. അല്ല, കുഞ്ഞു പോയിട്ട് വന്നതല്ലേ, ആ കാര്യം ഞാൻ പറയുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് പിന്നീട് മഞ്ജു പറയും, ഏതായാലും ഞങ്ങൾ ഇന്ന് വരുന്നില്ല, ഏതായാലും നാളെ ഞങ്ങൾ വരാം എന്തായാലും എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജു അതേസമയം മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്തായാലും ശരി, മാർക്കോയാണല്ലോ ഇത്രയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശരി, പോവാം. എന്തായാലും പോയിട്ട് വരുന്നതടുത്ത് വെച്ച് ഇവരുടെ പരിപാടികൾ എന്താണെന്നുള്ളത് നമുക്കറിയാലോ എന്ന് കരുതിയിട്ട് നാളെ ഞാൻ എന്തായാലും വന്നിരിക്കും അമ്മേ എന്ന് പറയണം കേട്ടോ. ഈ സമയം മഹാലക്ഷ്മിയും കണ്ണനും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് മഹാലക്ഷ്മിക്ക്. മഹാലക്ഷ്മി ഒരുപാട് കാലം ആഗ്രഹിച്ചതാണ് കണ്ണൻ്റെ കൂടെ ഇങ്ങനെ അമ്പലത്തിൽ പോയി രണ്ടുപേരും നേർക്ക് നേര് നിന്ന് തൊഴുകണം എന്നുള്ളത്. അതിപ്പോൾ സാധിച്ചല്ലോ. ചെറിയൊരു മുടന്നുണ്ട് എങ്കിലും കണ്ണേട്ടാ, ഞാൻ വിചാരിച്ചതിനേക്കാളും നേരത്തെ അത് സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുടുംബക്ഷേത്രമാണ്. ആ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടാണ് തൊഴാൻ പോകുന്നത്. അത് തൊഴാൻ പോകുന്ന നേരത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും കാണുമോ കണ്ണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, ആര് കണ്ടാലും എനിക്കൊരു വിഷയമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇത്ര കാലം ഞാൻ പേടിച്ച് നടന്നില്ല, ഇനി എനിക്കതൊരു വിഷയമില്ല, ആരെങ്കിലും കണ്ടാലും പ്രശ്നമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അവർ അമ്പലത്തിൽ ഇങ്ങനെ തൊഴുകയാണ്. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട്, എടാ നമ്മൾ ആ അയ്യപ്പ വിഗ്രഹം അതെല്ലാം എടുത്തതും ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ഒന്നും നടന്നില്ല. നമുക്കിനി എന്തായാലും ശരി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാമെന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, എന്തായാലും ശരി നമുക്ക് മോളെ കൂടി ഒന്ന് വിളിക്കാമെന്നിങ്ങനെ പറയണം. വേണ്ടടാ, അവൾ ആകെ മൊത്തം ടെൻഷനായിട്ട് ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ അവളെ കൂടി നമ്മളതിന് വേണ്ടി വിളിക്കേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി എന്തായാലും പോകാമെന്ന് പറയണം കേട്ടോ. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടി അമ്പലത്തിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിച്ച ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും കൂടി വരികയാണ്. എടാ, കരുണമോള് കൊണ്ട് സീമന്തിന് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവർ വന്നിട്ട് പോയ പോരെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, അവർ വരുമ്പോഴേക്കും നമുക്കൊരു റൗണ്ട് പോയേച്ച് വരാം. കാരണം അവളുടെ ബലമാണ് ഈ അയ്യപ്പസ്വാമി, അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കാര്യം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയും മോനും കൂടി അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി കാണുകയാണ് മുത്തശ്ശിയും പ്രതാപനും കൂടി വരുന്നത് കേട്ടോ. കണ്ണേട്ട, അയ്യോ വരുന്നുണ്ടല്ലോ. കണ്ണേട്ടനെ പിടിച്ചുകൊണ്ട് പിന്നാമ്പുറത്ത് കൂടെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഓടിപ്പോയിട്ട് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ്, അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒരിക്കലും അവർ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുത്തശ്ശിയും പ്രതാപനും കൂടി വരുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് കാണുകയാണ്. എടാ, ആ പ്രാർത്ഥിക്കുന്നത് ആരാണ് നോക്കിക്കേ എന്നിങ്ങനെ പറയണം. മഹാലക്ഷ്മിയെ കണ്ടിട്ട് അവരാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇവൾ നമ്മൾ വരുന്നത് കാലയെ കൂട്ടി അറിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുകയാണ്.